ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കേരളത്തിലുള്ള കിടിലൻ ഫോൾസ് അല്ലെങ്കിൽ വാട്ടർഫോൾസ് ആണ്. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ பார்க்கலாம். അതിരപ്പള്ളി വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെയും കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ അതിരപ്പള്ളി പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്ന ചാലക്കുടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ ശ്രേണികൾ 81.5 അടി ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. അതിരപ്പള്ളിയിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ വാഴച്ചാൽ വെള്ളച്ചാട്ടം. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇടതൂർന്ന ഹരിതവനങ്ങൾക്ക് സമീപമാണ്. മെയിൻ റോഡ് മുതൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരെയുള്ള റോഡുകൾ വളരെ സ്വാഭാവികമായ ശുദ്ധവായു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ റോഡിന് സമീപത്തായി മറ്റൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിനെ പ്രാദേശികമായി ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് വിളിക്കുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ഇതിനെ ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കുന്നു. വെള്ളച്ചാട്ടത്തിന് മുകളിൽ ചാലക്കുടി നദിയിൽ സംസ്ഥാനം നിർദ്ദേശിച്ച ജലവൈദ്യുത അണക്കെട്ടിനെക്കുറിച്ചുള്ള തർക്കം 1990കളിൽ ആരംഭിച്ച് 2017 വരെ തുടർന്നു. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ് മാമലക്കണ്ടം. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എളമ്പശ്ശേരി വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഗ്രാമത്തിലെ സർക്കാർ ഹൈസ്കൂൾ ഫോട്ടോ ചില ബ്ലോഗർമാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ ഈ ഗ്രാമം കോതമംഗലം താലൂക്കിലെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചാർപ്പ് വെള്ളച്ചാട്ടം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ചാലക്കുടി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിനും ഇടയിലാണ്. അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇത്. ഇത് റോഡിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ വെള്ളം റോഡിലേക്ക് തെറിക്കുന്നു. വരണ്ട സീസണിൽ വെള്ളം ഒഴുകുന്നത് നിർത്തുന്നു.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മാമലക്കണ്ടം സ്കൂളിൽ നിന്നും എളമ്പ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിന് നേരെ ആനക്കുളം മൂന്നാർ കുർത്തിയൂർ ട്രൈബൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു കിടിലൻ റൂട്ടാണ് കേട്ടോ. ഈ സ്ഥലം വരുന്നത് ആവരുട്ടി ബ്രിഡ്ജിന്റെ വ്യൂ ആണ്. അടിപൊളിയാണ്. ഈ കാണുന്ന സ്പോട്ടിലൊക്കെ കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റും. കൂടുതലും കാട്ടാനെ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. എന്തായാലും നമ്മൾ സമയത്ത് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇത് ഹൈക്കോടതിന്റെ ഉത്തരവ് പ്രകാരം കുറച്ച് ദിവസത്തേക്ക് ഈ റോഡ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. എന്തായാലും നല്ല പൊളി വൈബല്ലേ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ பார்க்கலாம். ഏകദേശം ഒരു 24 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ ഈ വനപാത. നമ്മളുടെ മാമലക്കണ്ടം സ്കൂൾ വഴി നിന്ന് നേരെ എളമ്പ്ലാശ്ശേരി വഴി നേരെ നമുക്ക് ചെല്ലാൻ പറ്റുന്നത് നമ്മുടെ ആനക്കുളം മാങ്കുളം ഭാഗത്തേക്കാണ്. അതിനോട് തന്നെ പെരുമ്പങ്കുത്ത് ഫോൾസും ഈ റോഡ് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ റോഡ് ഇപ്പൊ കംപ്ലീറ്റ്ലി ക്ലോസ് ആയെന്ന് അറിയാൻ പറ്റിയായിരുന്നു. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ തന്നെ കുർത്തിയൂർ ട്രൈബൽ സ്കൂളിന്റെ നല്ല കലക്കം വ്യൂ, നല്ല അടിപൊളി റൂട്ടാണ്. മൂന്നാറിലേക്ക് നമ്മുടെ ബെസ്റ്റ് റൂട്ടാണ്. ഇനി ഇത് ഭാവിയിൽ ഇത് ഓപ്പൺ ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ റോഡ് ചെന്ന് ചേർന്നത് രാജപാതേന്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തേക്കാണ്. ഏകദേശം നമുക്ക് ഒരു 7 കിലോമീറ്റർ രാജപഥയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ കുർത്തിക്കുടി ട്രൈബൽ സ്കൂളിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ടണൽ വർക്ക് KCB നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല മനോഹരമാണ്. നമ്മളതൊക്കെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദയവായി ആ വീഡിയോ കാണണമെന്ന് അപേക്ഷിക്കുന്നു. ആ രാജപാത അടിപൊളി കാഴ്ചയാണ്. എന്തായാലും ഇത് രാജപാത അല്ല, ഇത് മലയോരം ഹൈവേ ആണ്. നമ്മുടെ മാങ്കുളം പെരുമ്പങ്കുത്ത് ഫോൾസിൽ നിന്ന് നേരെ മാമലക്കണ്ടം പോകുന്ന ഒരു കിടിലൻ കാട്ടുപാത അല്ലെങ്കിൽ കിടിലൻ കാട്ടുവഴി. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. Thanks for watching. Please don't forget to subscribe our YouTube channel.